എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമുക്കൊരു കോപ്ത ഉണ്ടാക്കാം. കോപ്തയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇത് നമ്മുടെ പീനട്ട് കപ്പലണ്ടി വറുത്ത് പൊടിച്ചത്, പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ ഇത് നമ്മുടെ കിസ്മിസ്, ഇതൊരു 3-4 ബീൻസ് എടുത്ത് ചോപ്പറിലിട്ട്, പിന്നെ ഇത് 2 മീഡിയം സൈസ് ക്യാരറ്റ്, ഇത് 1/4 കിലോയുടെ പകുതി ക്യാബേജ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മെയിനായിട്ട് വേണ്ടുന്നത് പൊട്ടറ്റോയും ഞാനൊരു മധുരക്കിഴങ്ങും ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൽ നല്ല മധുരവും. പിന്നെ നമുക്ക് വേണ്ടുന്നത് മൈദ, പിന്നെ സാധാരണ മസാലകളൊക്കെ ഞാൻ പിന്നീട് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിയാക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇത് നമുക്ക് ആണെങ്കിൽ നമ്മുടെ ബട്ടർ പനീർ കറി വെക്കത്തില്ലേ, അതേപോലെ കറി വെക്കാനും നല്ലതാണ്. ചപ്പാത്തിക്ക് നോർത്ത് ഇന്ത്യൻസിനൊക്കെ ചപ്പാത്തിക്ക് കറി അതേക്ക് ബട്ടറൊക്കെ ഇട്ട് വഴറ്റി, ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിനകത്തിൽ നട്ട്സും ക്രീമും ഒക്കെ ഒഴിച്ച് ഇതും പറക്കിയിട്ട് തിളയ്ക്കുന്ന ഉടനെ മല്ലിയിലയിട്ട് വാങ്ങും. അത് ചപ്പാത്തിക്ക് കറിക്ക് നല്ലതാണ്. ഇത് ഞാൻ ചുമ്മാ നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോൾ ചുമ്മാ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ കാണിക്കാം. പൊട്ടറ്റോ ഒക്കെ ഉടച്ചു. ഇനി ഇതിനകത്തോടെ ഇടുന്നത് ക്യാരറ്റ് ഓരോന്നിടാം. പിന്നെ ഇത് ക്യാബേജ്, ഇതിനകത്ത് കൊള്ളത്തില്ല, വേറൊരു പാത്രം എടുത്തുകൊണ്ടിട്ട്. നമ്മൾ ക്യാരറ്റ് ഇട്ടു, ക്യാബേജ് ഇട്ടു, പൊട്ടറ്റോ എല്ലാം ഇട്ടു. ഇനി നമുക്ക് ആ ബീൻസ് ഇടാം, പിന്നെ നട്ട്സ്, അതാ മെയിൻ. ഈ കപ്പലണ്ടി വറുത്ത് പൊടിച്ച് തൊലിയെല്ലാം കളഞ്ഞ് അതാ ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലത്. പിന്നെ കിസ്മിസ് ഇത്രയും കൂടി ഇട്ടു. പിന്നെ അതിന് വേണ്ടുന്നത് മല്ലിയില ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടുന്നത് മൈദ. ഒത്തിരി ഇടണ്ട, ഒരു ബലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇതായിപ്പോവും. ഇനിയും നമുക്ക് മുളക് പൊടി, ഉപ്പ് ഇടാം. ഉപ്പിട്ടു. മുളക് പൊടി, പച്ചമുളക് ഇടേണ്ടത്. ഇപ്പോൾ കുഞ്ഞുണ്ടായതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് കുഞ്ഞിന് ഇടയ്ക്ക് കയറി കടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ മുളക് പൊടി ഇടുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ഗരം മസാല. ഇത്ര സാധനം മതി. ഇനി ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് പോലെ ആകത്തില്ല. നല്ലപോലെ ഞെരടണം. എല്ലാം കൂടെ ഇട്ട് നല്ല ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉള്ളത് വെച്ച് ഉണ്ടാക്കിയാലും മതി. ഇപ്പം കപ്പലണ്ടി ഇല്ല, അല്ലെങ്കിൽ കിസ്മിസ് ഇല്ല, ഇല്ലെങ്കിൽ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ക്യാബേജും ഇതെല്ലാം കൂടെ വെച്ച് മല്ലിയിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. ഉപ്പ് നോക്കട്ടെ, ഇച്ചിരി ഉപ്പിടണം, നല്ലൊരു രുചിയാണ്.
ഈ ഇടയ്ക്ക് കപ്പലണ്ടി കടിക്കുമ്പം നല്ല രുചിയാണ്. കപ്പലണ്ടി ഞാൻ 2 കാഷ്യൂനട്ടും കൊടുത്തായിരുന്നു, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൂടെ പൊളിച്ചാട്ടി. ഇതെല്ലാം കൂടെ ഞെരടി നല്ലപോലെ ശരിയാക്കി. അപ്പോൾ ഇത് നമ്മളിനി ഉരുട്ടി ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഈ ഷേപ്പിലുണ്ടാക്കാം. ഇത് നട്ട്സ് പൊടിച്ച് വെച്ച പാത്രം അതിലോട്ട് വെക്കുക. ഇത് അടപ്പയിലിടുമ്പോൾ നമുക്ക് മൈദയിലൊന്ന് പൊടിയില്ല, ഒന്ന് ഇതാക്കി വെച്ച് വേണം. അപ്പോൾ എണ്ണ കുടിക്കത്തില്ല മൈദാപ്പൊടിയില്ല. അപ്പം ഞാനിത് ഉരുട്ടട്ടെ. നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അപ്പം മൈദയെ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇടാൻ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അത് മൈദ ഇടുമ്പം അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. വെള്ളം കുടിക്കട്ടെ. നമ്മൾ എണ്ണ എടുക്കട്ടെ. സൺഫ്ലവർ ഓയിലിനകത്ത് ഉണ്ടാക്കാം, വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ ഇത് മൈദക്കകത്ത് ഡിപ്പ് ചെയ്യുക. ഇത് പൊട്ടിപ്പോകാതിരിക്കേ, ഇത് പൊട്ടിപ്പോവും. ഇതാക്കി നമ്മൾ ഇടുക. ഞാൻ പിന്നെ വേറെ ഒരു ഷേപ്പ് കൂടെ ഉണ്ടാക്കി, ബോൾ അതോടെ വേവട്ടെ. ഇത് ചുമ്മാ മൊരിച്ച് തിന്നാൻ നല്ലതാണ്. നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ നല്ലത്. എല്ലാ വെജിറ്റബിളും ഇട്ടാലും നല്ലതാണ്. ക്യാപ്സിക്കോ ഒക്കെ ഇട്ടാൽ നല്ലതാണ്. ഇതെല്ലാം ഫുൾ വെജിറ്റബിൾ അല്ലേ, വെജിറ്റബിൾ കോഫ്ത. അപ്പം ഇത് ഉണ്ടാക്കി ഒക്കുന്നവരത് ഉണ്ടാക്കി നോക്കുക. ഇത് ഈ ബോൾ ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും കറി നല്ലതാണ്. ചെറിയ ചെറിയ ബോളാക്കി ഫ്രൈ ചെയ്ത് നമ്മൾ ബട്ടർ പനീർ വെക്കുന്ന പോലെ നല്ലപോലെ നട്ട്സോ ക്രീമോ ഒക്കെ ഒഴിച്ച് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലതാണ്. അപ്പത്തിനല്ല, പൂരി, ചപ്പാത്തി, പൊറോട്ട ഇതൊക്കെ നല്ല രുചിയാണ്.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഒക്കെ നോക്കണം. ഒക്കുന്നവർ എല്ലാവരും അല്ല, ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോയിൽ മുന്നോട്ട് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇളക്കി ഇടുമ്പോൾ സൂക്ഷിച്ചിളക്കിയിരുന്നു, പൊട്ടരുത്. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ കയറും. അതുകൊണ്ട് പറയാം, ഇതൊക്കെ അപ്പോൾ അതിനാണ് നമ്മൾ മൈദ ഡിപ്പ് ചെയ്യുന്നത്. മൈദയാകുമ്പം ഒരു കോട്ടിംഗ് ഉണ്ട്. പോർക്ക് കൊണ്ട് തുടങ്ങി പെതുക്കെ വേണം. പോർക്കാണ് മുള്ളു പോലെ ഇരിക്കുന്ന പോർക്ക്. അവിടെ വേവട്ടെ. നമ്മുടെ കോഫ്ത ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കത് കഴിക്കണം. ഓക്കെ, ഹലോ. നമ്മൾ കോഫ്ത 2 സൈസാണ് ഉണ്ടാക്കി. പക്ഷേ ഇതിലും നല്ലത് ഞാൻ പറഞ്ഞിട്ട് ഈ ബോൾ പോലെ നമ്മൾ മൈദ കലക്കിയിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്ത് മുക്കി പൊരിക്കുന്നത് ഏറ്റവും നല്ലത്. എണ്ണ അധികം കുടിക്കത്തില്ല. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. മറ്റേ രീതിയിൽ ഉണ്ടാക്കരുത്. ഈ രീതിയിൽ സുഖിയം പോലെ ഉണ്ടാക്കാവൂ. ഇതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. നല്ലൊരു ഒരു മധുരവും ഉപ്പും എരിയും എല്ലാം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി വെച്ച് കഴിച്ച് വെച്ച് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഞങ്ങൾ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ്. ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വെജിറ്റബിൾ എല്ലാം ഇടാം. ചൂടാ. അല്ല, ആറട്ടെ, ഞങ്ങൾ കഴിക്കട്ടെ. ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ നല്ലത് നമ്മൾ മൈദക്കകത്ത് ഡിപ്പ് ചെയ്തേ ഉണ്ടാക്കാം കേട്ടോ. അത് നല്ലതാണ്. എന്നാൽ ശരി, എന്നാൽ ബായ്.